Hello students. 2026 SSLC എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCERT പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസുമാണ് ടോപ്പ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് വന്ന് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫ്രീക്വൻസി സൗണ്ട് അടുത്ത് വരുമ്പോൾ ആ സംഭവിക്കുന്ന ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ്. അതായത് എക്സ്റ്റേണൽ ഫ്രീക്വൻസി ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഇക്വലൻ്റ് ആകുമ്പോഴേക്കും ഈ ഒബ്ജക്റ്റ് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ്, അപ്പോൾ പോയിൻ്റ് 1 കറക്റ്റാണ്. സെക്കൻഡ് പോയിൻ്റ്, ദ ഒബ്ജക്റ്റ് റിഫ്ലെക്ട്സ് ദ സൗണ്ട് വേവ്. ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ ഫ്രീക്വൻസി മാച്ചിങ് വന്നതുകൊണ്ടിട്ട് ഒബ്ജക്റ്റ് സൗണ്ട് വേവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ സെക്കൻഡ് പോയിൻ്റ് തെറ്റാണ്. തേർഡ് വൺ, ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസൊണൻസ്, കറക്റ്റ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, റെസൊണൻസിലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റും തേർഡ് പോയിൻറ്റും കറക്റ്റ്. ദ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസേഴ്സ് എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, ഇത് തെറ്റാണ്. ഫ്രീക്വൻസി മാച്ച് ചെയ്ത് വരുന്ന ആ സിനാരിയോയിൽ ഇത് ഫ്രീക്വൻസി ചേഞ്ച് ഒന്നും വരുന്നില്ല ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ ഈ പോയിൻറ്റ് 4ഉം തെറ്റാണ്. കറക്റ്റായിട്ടുള്ളത് 1 and 3. 1ഉം 3ഉം കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 1 and 3. എക്സ്റ്റേണൽ ഫ്രീക്വൻസി ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലായിട്ട് വരുമ്പോഴേക്കും ഈ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. അതിനെ നമ്മൾ റെസൊണൻസ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 2, ഇതൊരു അസെഷൻ റീസൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്, റീസണും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുക, കറക്റ്റാണോ അല്ലയോ എന്ന് തീരുമാനിക്കണം. റീസൺ മനസ്സിലാക്കണം. എന്നിട്ട് ഈ റീസൺ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന റീസൺ ആണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു മയോപ്പിയ, അതായത് ഷോർട്ട് സൈറ്റഡ്നെസ്, അത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ആണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് അത് പറയുന്നു. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് മയോപ്പിയയുടെ കറക്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അതിന് കാരണം റീസണിൽ പറഞ്ഞിരിക്കുന്ന കോൺകേവ് ലെൻസ് ഒരു ഡൈവേർജിങ് ലെൻസ്, ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുന്ന ലെൻസാണ്. അത് ഈ റെറ്റിനയിൽ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മയോപ്പിയയുടെ കറക്ഷന് വേണ്ടി നമ്മൾ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. റീസൺ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. റീസൺ സ്റ്റേറ്റ്മെൻറ്റും ഇത് കോൺകേവ് ലെൻസ് ഈ മയോപ്പിയ കറക്ഷന് ഉപയോഗിക്കുന്നത് അത് ഡൈവേർജിങ് ലെൻസ് ആയതുകൊണ്ടാണ് ഈ റെറ്റിനയിലേക്ക് ഇമേജ് ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. ഈ റീസൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഇതിൽ ഓപ്ഷൻ ബി എയിൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, റീസൺ കറക്റ്റ്, റീസൺ കറക്റ്റ് റീസണുമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. ഇതാണ് നോർമൽ വിഷനിൽ ഒബ്ജക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. മയോപ്പിയ ഉള്ള ഐ ആണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയ്ക്ക് ഫ്രണ്ടിലായിരിക്കും. ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ആൾക്കാരുടെ വിഷൻ ഇങ്ങനെയായിരിക്കും. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കോൺകേവ് ലെൻസ് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ റെസിസ്റ്റർ R ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. എത്ര ഹീറ്റാണ് 10 സെക്കൻഡിൽ ജനറേറ്റ് ചെയ്യുന്നത് അക്രോസ് ദിസ് റെസിസ്റ്റർ R? അതാണ് ക്വസ്റ്റ്യൻ. ദിസ് എ സർക്യൂട്ട്, കറൻറ്റ് 2 ആംപിയർ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ 5 ഓം തന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് 10 സെക്കൻഡിൽ എത്ര ചൂടാവും എന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്.
ഹീറ്റ് ജനറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I²RT ആണ്. I കറൻറ്റ്, R റെസിസ്റ്റൻസ്, T ടൈം. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. I2, R 5 ohm, T 10 second. H is equal to I²RT. 2 square into 5 into 10. So 200 joule ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് കോളം എ ടു കോളം ബി. ഫസ്റ്റ് എ സി ജനറേറ്റർ. എ സി ജനറേറ്ററിന് മാച്ച് ചെയ്യുന്നത് സ്ലിപ്പ് റിങ്സ് ആണ്. എ സി ജനറേറ്ററിൽ റൗണ്ട് ഷേപ്പിലുള്ള ആ കംപ്ലീറ്റ് റൗണ്ടിലുള്ള ആ സ്ലിപ്പ് റിങ്സ് ആണ് എ സി ജനറേറ്ററിലുള്ളത്. ഡി സി ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ എൻഡിലുള്ളത് സ്പ്ലിറ്റ് റിങ്സ് ആണ്. അതായത് ഹാഫ് സർക്കിളിലായിട്ടുള്ള സ്പ്ലിറ്റ് റിങ്സ്. അത് എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്പ്ലിറ്റ് റിങ്. സോ ഡി സി ജനറേറ്റർ സ്പ്ലിറ്റ് റിങ്. സോ സെക്കൻഡ് മാച്ചസ് ടു 3. സെക്കൻഡ് മാച്ചസ് ടു 3. ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അത് മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ മെക്കാനിക്കൽ മോഷനാക്കി മാറ്റിയിട്ടാണ് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ലൗഡ് സ്പീക്കറിന് മാച്ച് ചെയ്യുന്നത്. 3, 2. ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. സോ 4 മാച്ചസ് ടു 1. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് സെക്ഷൻ ബി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു മൂവി പ്രൊജക്ടർ 24 ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മുടെ കണ്ണിൻ്റെ ഏത് പ്രത്യേകതയാണ് ഇങ്ങനെ 24 ഫ്രെയിംസ് പിക്ചർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് മോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കണ്ണിൻ്റെ ആ പെക്യുലിയാരിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആൻസർ, ഇവിടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ കണ്ടിന്യൂസ് മോഷനായിട്ട് കാണുന്നത്. 24 ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് മോഷനായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ കണ്ണിൻ്റെ ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട്. ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇമേജ് ഒരു പ്രാവശ്യം കണ്ടാൽ റെറ്റിനയിൽ പതിഞ്ഞാൽ നമ്മുടെ റെറ്റിനയ്ക്ക് അത് 1/16 ഓഫ് എ സെക്കൻഡ് അത്രയും കൂടി സമയം ആ ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 24 ഫ്രെയിംസ് വരുമ്പോഴേക്കും നമ്മുടെ കണ്ണിൽ നിന്നും ആ 1/16 ഓഫ് എ സെക്കൻഡ് എക്സ്ട്രാ കിട്ടുന്ന ആ സമയം പോകുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് പിക്ചർ വരും. നെക്സ്റ്റ് പിക്ചർ വന്നാൽ അതിനും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അനുസരിച്ചിട്ട് 1/16 പിന്നെ സമയം നിൽക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂവിങ് പിക്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഇല്യൂഷനാണ്. അതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഈ ക്വസ്റ്റ്യൻ 5 ചോയ്സ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു സ്ക്രീനിൽ റെഡും ഗ്രീനും ലൈറ്റ് ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ റെഡും ഗ്രീനും ഓവർലാപ്പ് ചെയ്ത് വന്നാൽ ഏത് സെക്കൻഡറി കളറാണ് ഫോം ചെയ്യുന്നത്? ആ ഫോം ചെയ്യുന്ന സെക്കൻഡറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? അത് കാരണം എന്തുകൊണ്ടാണ് ആ കളർ നമ്മൾ ഈ സെക്കൻഡറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർന്ന് സെലക്ട് ചെയ്തതിന് റീസണും എഴുതണം. ആൻസർ, നമുക്ക് തന്നിരിക്കുന്ന പ്രൈമറി കളേഴ്സ് റെഡും ഗ്രീനുമാണ്. റെഡും ഗ്രീനും കമ്പൈൻ ചെയ്താൽ യെല്ലോ ആണ് സെക്കൻഡറി കളർ ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ, റെഡും ഗ്രീനും കമ്പൈൻ ചെയ്ത യെല്ലോ കളർ സെക്കൻഡറി ആയിട്ട് ഫോം ചെയ്തു. ഇനി ഈ യെല്ലോയുടെ കോംപ്ലിമെൻ്ററി കളറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടത്. യെല്ലോ ഒരു കോംപ്ലിമെൻ്ററി കളർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി കളറിനെ വേറൊരു പ്രൈമറി കളറും കൂടി മിക്സ് ചെയ്ത് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ആ സെക്കൻഡറി കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള RGB ഫോം ചെയ്താലാണ് വൈറ്റ് ആകുന്നത്. സെക്കൻഡറി കളർ 2 പ്രൈമറി കളേഴ്സ് മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൂന്നാമത്തെ, അതായത് മിസ്സിംഗ് ആയിട്ടുള്ള അടുത്ത പ്രൈമറി കളർ ഏതാണോ അതാണ് ഈ സെക്കൻഡറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ. സോ യെല്ലോയുടെ കോംപ്ലിമെൻ്ററി കളർ യെല്ലോ ഫോം ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത അടുത്ത കളർ, അതായത് ബ്ലൂ ആണ് യെല്ലോയുടെ കോംപ്ലിമെൻ്ററി കളർ. ബ്ലൂവും കൂടി വന്നിട്ടുണ്ടെങ്കിൽ
RGB പ്രൈമറി കളേഴ്സ് കംപ്ലീറ്റ് ആകും. അങ്ങനെ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ യെല്ലോയുടെ കോംപ്ലിമെൻ്ററി ബ്ലൂ. ക്വസ്റ്റ്യൻ, ഇത് ഒരു സോണാർ ഡിവൈസ് ഷിപ്പിൽ നിന്നും പുറപ്പെടുവിച്ച് ആ സിഗ്നൽ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് വീണ്ടും അതിൻ്റെ എക്കോ ഷിപ്പിലേക്ക് എത്താനുള്ള സമയം 4 സെക്കൻഡ്. വെള്ളത്തിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അതും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ ഡെപ്ത് എത്രയാണെന്ന്. ഈ ഷിപ്പ് നിൽക്കുന്ന സ്ഥലത്ത് എത്രയാണ് സീയുടെ ഡെപ്ത് എന്നാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ 4 സെക്കൻഡ് എന്ന് പറയുന്നത് ഷിപ്പിൽ നിന്നും പുറപ്പെടുവിച്ച സിഗ്നൽ ഒബ്ജക്റ്റിൽ തട്ടി വീണ്ടും തിരിച്ച് സെയിം ഡിസ്റ്റൻസ് തന്നെ ട്രാവൽ ചെയ്ത് ഷിപ്പിലേക്ക് എത്താനുള്ള ടോട്ടൽ സമയമാണ്. അതായത് 4 സെക്കൻഡിൽ ആണ് ടോട്ടൽ സമയം. അപ്പോൾ ഷിപ്പിൽ നിന്നും ഒബ്ജക്റ്റിൽ വന്ന് എത്താനുള്ള ആ സമയം എത്രയാണ്? അതിൻ്റെ പകുതി, ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 2 സെക്കൻഡിലാണ് ഒബ്ജക്റ്റിൽ വന്ന് തട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത് കണക്കാക്കണമെങ്കിൽ ആ 2 സെക്കൻഡിൽ എത്രയാണ് ആ സൗണ്ട് ട്രാവൽ ചെയ്തതെന്ന് കണക്കാക്കണേ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യും. നമുക്ക് ടോട്ടൽ ഉള്ള സമയം 2 സെക്കൻഡാണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മുടെ ഈ ഡെപ്ത്. അപ്പോൾ ഡെപ്ത് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി 1500 ടൈം 2 സെക്കൻഡ്. സോ 3000 മീറ്റർ ആണ് ഈ പൊസിഷനിലുള്ള സീയുടെ ഡെപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ലെൻസിലെ ലൈറ്റ് പാസ് ചെയ്തത് ഒരു കുട്ടി വരച്ച ഒരു റേ ഡയഗ്രാമാണ്. ഈ റേ ഡയഗ്രത്തിലെ മിസ്റ്റേക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കറക്റ്റായിട്ട് വരയ്ക്കുകയും വേണം. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് കൺവേർജിങ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസാണ്. അപ്പോൾ ഈ ഭാഗമാണ് തെറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടത് ഈ വന്ന ലൈറ്റ് ഡൈവേർജ് ചെയ്ത് പോകുന്ന മാതിരി വരയ്ക്കണം. വന്ന ലൈറ്റ് ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത ഈ പോയിൻ്റാണ്. സെയിം സൈഡിൽ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈറ്റ് എമർജ് ചെയ്യുന്ന മാതിരി, ഡൈവേർജ് ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് ഫീലിംഗ് കിട്ടുന്നത്. ഈ പോയിൻ്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് മാർക്ക് ചെയ്യുക. റേ ഡയഗ്രത്തിലെ ആരോ മാർക്ക് മാർക്ക് ചെയ്യുക. ഒപ്റ്റിക് സെൻറ്റർ, അതർ സൈഡ് ലെഫ്റ്റ്, ഇതെല്ലാം മാർക്ക് ചെയ്ത് ഇതാണ് കംപ്ലീറ്റ് റേ ഡയഗ്രം. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ 8. ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ AB വെച്ചിരിക്കുന്നത് ഒരു റിംഗ് മാഗ്നറ്റിൻ്റെ മേളിൽ ഒരു അക്രിലിക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ പാരലലായിട്ട് 2 കോപ്പർ വയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് AB വെച്ചിരിക്കുന്നത്. ഇവിടെ സെല്ലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ AB. ഈ കണ്ടക്ടറിൻ്റെ മോഷൻ ഏത് ഡയറക്ഷനിലേക്കായിരിക്കോ? ക്യൂയിലേക്കായിരിക്കോ പിയിലേക്കായിരിക്കോ? ഏത് ഡയറക്ഷനിലേക്കാണ് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. അതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെന്നാണ് കറണ്ട് തുടങ്ങുക. സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ് സർക്യൂട്ട് ആകുമ്പോൾ ഇവിടെ കറണ്ട് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് എയിൽ നിന്നും ബിയിലേക്കാണ് ഈ സമയത്ത് കറണ്ടിൻ്റെ ഫ്ലോ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ A to B ആണ്. നമുക്ക് അറിയേണ്ടത് ഈ ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ മേളിലാണല്ലോ നിൽക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നിൽക്കുമ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഈ മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻഡെക്സ് ഫിംഗർ ഈ വിരൽ വെച്ചിട്ടാണ്. ഇനി തമ്പാണ് ഏത് ഡയറക്ഷനിലേക്കാണ് ആ കണ്ടക്ടറിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി, A to B ആണെന്ന്. അപ്പോൾ നമ്മൾ
കറൻറ്റ് എ ടു ബി ഡയറക്ഷനിൽ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചു. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇത് നോർത്ത് പോളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. അപ്പോൾ ഇത് മേൽഭാഗത്ത് നോർത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സി മേളിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ശരിക്ക് കിട്ടി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് പോൾ ആയത് കാരണം നമ്മൾ ഇങ്ങനെ വെച്ചു മേളിലേക്ക്. ഇനി തമ്പെങ്ങടെ പോയിന്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ക്യൂ. അപ്പോൾ മനസ്സിലായി, ഈ പൊസിഷനിൽ ഈ ഒരു കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ടുവേർഡ്സ് ക്യൂവിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഈ ഡയറക്ഷനിലായത് കാരണം ക്യൂ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ക്യൂവിലേക്കായിരിക്കും ഈ എ ബി കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്തത്. ഇനി വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഈ സിനാരിയോയിൽ എ ബി കണ്ടക്ടർ മൂവ് ചെയ്തത് ക്യൂവിൻ്റെ അടുത്തേക്കാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് പിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്താലാണ് മാറുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് രണ്ട് തരത്തിൽ നമുക്ക് ഊഹിക്കാം. ഇവിടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായത് കാരണമാണ് ഈ മൂവ്മെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്. ഇപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ഈ മാറി വയ്ക്കുകയാണെങ്കിൽ കറൻറ്റ് ഇവിടെയാണ് ഇപ്പോൾ വരുന്നത്. അതിന് പകരം പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്താൽ കറൻറ്റ് ഇങ്ങനെ വന്ന് ബി ടു എയിലേക്കായിരിക്കും കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ കാണിച്ചത് ജസ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മേളിലേക്ക് തന്നെ ആക്കിയിട്ട് ബാക്കിലേക്കാകും. അപ്പോൾ തമ്പ് ഈ ഡയറക്ഷനിലേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ടുവേർഡ്സ് പി ആണ്. അതായത് കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റുക, ഈ കണക്ഷൻ മാറ്റിക്കൊടുത്തു, കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. വേറൊരു വഴി, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ എന്നാണ് നോർത്ത് പോളാണ് മേളിലേക്ക് ഇരിക്കുന്നത്, തിരിച്ചു വെക്കുക, സൗത്ത് പോൾ മേളിലേക്കാക്കി വെക്കുക. അങ്ങനെ മാത്രം ചെയ്താലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഈ എ ബി റോഡിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് 30 ഓം ആണ് റെസിസ്റ്റൻസ്. അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന പവർ 120 വാട്ടാണ്. ഈ 120 വാട്ട് പവർ കിട്ടാൻ വേണ്ടി എത്രയാണ് അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പവറിൻ്റെ വാല്യൂ 120 വാട്ട്, റെസിസ്റ്റൻസ് 30 ഓം. പവറിൻ്റെ ഇക്വേഷൻ V²/R. ഇതെങ്ങനെ കിട്ടിയത്? പവർ എന്ന് വെച്ചാൽ വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണ്. ഇവിടെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ളതിന് ഓംസ് ലോ അനുസരിച്ച് V=IR ആണ്. അതിൽ നിന്ന് I=V/R. ആ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വോൾട്ടേജ് ഇൻറ്റു കറൻറ്റിൻ്റെ വാല്യൂ V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P=V²/R. അതായത് V² ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പവർ ഇൻറ്റു റെസിസ്റ്റൻസ്. പവറും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V² 3600. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3600 ആണ് V. ദാറ്റ് ഈസ് 60 വോൾട്ട്. 60 വോൾട്ട് അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ 120 വാട്ട് പവർ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു ഫിഗർ അനുസരിച്ച് നോക്കിയാൽ സെക്കൻഡറിയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? സോഴ്സ് തന്നെ DC ആണ്. ഈ സ്വിച്ച് കണക്ട് ചെയ്ത് ഈ പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്താൽ തന്നെ ഇത് DC സോഴ്സ് ആയത് കാരണം ഇൻഡ്യൂസ്ഡ് കറണ്ട് സെക്കൻഡറിയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഇൻഡ്യൂസ്ഡ് കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരണം. ഇത് DC സോഴ്സ് ആയത് കാരണം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് സെക്കൻഡറിയിൽ കിട്ടുന്നില്ല. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്, പ്രൈമറിയിലെ ഈ സർക്യൂട്ടിൽ എന്ത് ചേഞ്ച് വരുത്തിയാലാണ് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് സെക്കൻഡറി കോയിലിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നത്? ഈ DC സോഴ്സിന് പകരം നമ്മൾ AC സോഴ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
എ സിയിൽ എവറി സെക്കൻഡ് അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇൻഡ്യൂസ്ഡ് കറൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി സിനെ റീപ്ലേസ് ചെയ്യണം എ സി സോഴ്സ് വെച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വീൽ ആക്സിസ് മെക്കാനിസം ഉപയോഗിച്ച് ഒരു 500 കിലോഗ്രാം വെയിറ്റ് ഉയർത്താനായിട്ട് എത്ര എഫേർട്ട് വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വീലിൻ്റെ റേഡിയസ് 0.8 മീറ്റർ തന്നിട്ടുണ്ട്, ആക്സിലിൻ്റെ റേഡിയസ് 0.2 മീറ്ററും തന്നിട്ടുണ്ട്. എഫേർട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഇവിടെ വീൽ ആക്സിസ് മെക്കാനിസത്തിൽ ഈ ആക്സിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ഇനി ഈ വീലിലാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇത് ഈ ആക്സിലിൻ്റെയും ഈ വീലിൻ്റെയും സെൻറ്റർ പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ വീലിലേക്കുള്ള ദൂരം, അതായത് വീലിൻ്റെ റേഡിയസ്, അതാണ് എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ വീലാണ്. അതുമാതിരി ഈ ആക്സിലാണ് ലോഡ് ഉള്ളത്. അപ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ ആക്സിലിൻ്റെ റേഡിയസ് അതാണ് ലോഡ് ആം. അപ്പോൾ ലോഡ് ആമും കിട്ടി, എഫേർട്ട് ആമും കിട്ടി. ലോഡ് നമുക്കറിയാം, എഫേർട്ട് മാത്രമാണ് അറിയില്ലാത്തേ ഉള്ളൂ. ഇനി തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതി ലോഡ് 500 kg, റേഡിയസ് ഓഫ് ദ വീൽ 0.8 മീറ്റർ, റേഡിയസ് ഓഫ് ദ ആക്സിൽ 0.2 മീറ്റർ. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ആദ്യം കണക്കാക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വീൽ ആക്സിസ് മെക്കാനിസത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ വീൽ ബൈ റേഡിയസ് ഓഫ് ദ ആക്സിൽ. റേഡിയസ് ഓഫ് ദ വീൽ 0.8 ബൈ 0.2. സോ 4 ആണ് ഈ വീൽ ആക്സിസ് മെക്കാനിസത്തിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാൽ ലോഡ് ബൈ എഫേർട്ടാണെന്ന് നമുക്കറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ട് ആകുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അറിയാം, ലോഡ് അറിയാം, എഫേർട്ടാണ് നമുക്ക് കണക്കാക്കാൻ. അപ്പോൾ എഫേർട്ട് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സോ എഫേർട്ട് ഇസ് ഈക്വൽ ടു ലോഡ് 500 ബൈ 4. 125 കിലോഗ്രാം ഫോഴ്സാണ് എഫേർട്ട്. അത് കിലോഗ്രാം ഫോഴ്സിലുള്ള വാല്യൂ 125. ഇതിന് ന്യൂട്ടണിലേക്ക് ആക്കിയാൽ 9.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1225 ന്യൂട്ടൺ. 1225 ന്യൂട്ടൺ ആണ് ഈ 500 kg വെയിറ്റ് ലോഡ് ഉയർത്താൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ഇതൊരു ചോയ്സുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഓർ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഫോഴ്സ് 100 ന്യൂട്ടൺ വേണ്ടി വന്നോ ഏതിന്, ഒരു ലോഡിനെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഉയർത്താൻ വേണ്ടിയിട്ട്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത് 5 മീറ്ററാണ്, വെർട്ടിക്കലായിട്ടുള്ള ഈ ഹൈറ്റ് 3 മീറ്ററുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ കണക്കാക്കുന്നത് ലെങ്ത് ഓഫ് ദിസ് റാമ്പ് ബൈ വെർട്ടിക്കൽ ഹൈറ്റ്. സോ ലെങ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത്ത് 5 മീറ്റർ, വെർട്ടിക്കൽ ഹൈറ്റ് 3 മീറ്റർ. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ 5/3, ദാറ്റ് ഈസ് 1.67 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് യൂണിറ്റ് ഒന്നുമില്ല, ഓർക്കുക. കാരണം ബോത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലെങ്ത് മീറ്റർ തന്നെയാണ്. അപ്പോൾ യൂണിറ്റ് കട്ട് ചെയ്ത് പോവും. ഇതൊരു ജസ്റ്റ് ഒരു റേഷ്യോ ആണ്, 1.67. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. നെക്സ്റ്റ് സെക്ഷൻ സി. സെക്ഷൻ സിയിലെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വേവാണ് തന്നിരിക്കുന്നത്. എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൻസ് മീറ്ററിൽ, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിൽ. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ നിന്നുള്ള ഈ മാക്സിമം ഡിസ്റ്റൻസ് 0.2 ആണ് ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, 0.2 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വേവ് 3 സെക്കൻഡിൽ പോയിൻ്റ് ഒയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒയിൽ നിന്നും എ വരെ എത്താനായിട്ട് 3 സെക്കൻഡ് എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണെന്നാണ്
സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര സൈക്കിള് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നു എന്നതാണ് ഫ്രീക്വൻസി. ഇവിടെ 1 2 3 സൈക്കിൾ 3 സെക്കൻഡിൽ ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾ ബൈ ടോട്ടൽ ടൈം, ഓയിൽ നിന്നും എ വരെ എത്താനായിട്ട് എത്ര സൈക്കിൾ ഉണ്ട് അത് എത്ര സമയം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സൈക്കിൾ ബൈ ടൈം. 3 സൈക്കിളാണ് ആ ഒരു O to എയിലുള്ളക്ക് 1 2 3 സൈക്കിൾസ് ബൈ 3 സെക്കൻഡിലാണ് അത് ട്രാവൽ ചെയ്തത്. അപ്പോൾ 3/3 1 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പീരിയഡ് ഓഫ് ദിസ് വേവ്. ഫ്രീക്വൻസി കിട്ടിയാൽ പീരിയഡ് കാണാൻ 1 ഫ്രീക്വൻസി. സോ 1/1 ഇസ് അഗെയിൻ 1 സെക്കൻഡ്. ഇവിടെ 1 തന്നെയാണ്, ഫ്രീക്വൻസി ആകുമ്പോൾ അത് 1 ഹെർട്സ് ആണ്, പീരിയഡ് ആകുമ്പോൾ 1 സെക്കൻഡ് ആണ്. ഇത് ചോയ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു വേവ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. 1 സെക്കൻഡ് എടുത്തിൽ എയിൽ നിന്നും ബി വരെ ഈ വേവ് ട്രാവൽ ചെയ്തു, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ, ഏത് ടൈപ്പ് ഓഫ് വേവ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇത് ട്രാൻസ്വേഴ്സ് വേവും ആകാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ആകാം. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ വൈബ്രേഷൻ വേവിൻ്റെ മോഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനലാണെങ്കിൽ കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ ഉള്ളത്. പക്ഷേ ഈ സൈൻ വേവ് റെപ്രസെൻറ്റേഷൻ തന്നാൽ അത് ഏത് വേവാണ് എന്ന് മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പാർട്ടിക്കിൾ മൂവ്മെൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷനൊന്നും ഈ വേവ് റെപ്രസെൻറ്റേഷനിൽ ഇല്ല. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ നമുക്ക് ഇങ്ങനെ, ഇത് പീക്ക് കംപ്രഷൻ, ഇതിന് സൈൻ്റെ ഈ പീക്ക്, ഇത് റെയർ ഫ്രാക്ഷൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഇത്. അപ്പോൾ അതിനെ നമുക്കൊരു സൈൻ ഫോമിൽ തന്നെ നമുക്ക് റെപ്രസെൻറ്റേഷൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൈൻ ഫോമിലുള്ള ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലും ആകാം ട്രാൻസ്വേഴ്സ് വേവും ആകാം. അത് ഏതാണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫിഗർ കൊണ്ടിട്ട് പറ്റില്ല. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് എങ്ങനെയാണ്, ഈ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഉണ്ടെങ്കിൽ സ്പീഡ് എങ്ങനെ കണക്കാക്കുക. സ്പീഡിൻ്റെ ഫോമുല സ്പീഡ് v is equal to f lambda, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്ത്. സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ വേവിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സ്പീഡ് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്ത്. ഫ്രീക്വൻസി എന്നാൽ ഒരു സെക്കൻഡിൽ, ഈ A to B വരെയുള്ളത് 1 സെക്കൻഡിലാണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ട് അതാണ് ഫ്രീക്വൻസി. 1 2, ഇവിടെ ഈ കേസിൽ ഒരു സെക്കൻഡിലുള്ളത് 2, സോ ഫ്രീക്വൻസി 2. ഇനി വേവ് ലെങ്ത് എങ്ങനെയാണ് നോക്കുന്നത്, ലെങ്ത് ഓഫ് ദിസ് വേവ്. ഈ ലെങ്ത് ഓഫ് ദിസ് വേവ് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് വേവ് ഇവിടം വരെയാണ്. എ മുതൽ ഈ 40 10 20 30 ഈ 40 മീറ്ററാണ് വേവ് ലെങ്ത്. സോ ഫ്രീക്വൻസി 2, വേവ് ലെങ്ത് 40. So speed is equal to f lambda, 2 into 40 80 meter per second. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ചെറിയ ഇമേജ് തന്നിട്ടുണ്ട്. AB ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ ലെൻസ്. ഇതാണ് ലെൻസ്. ഇമേജ് ഫോം ചെയ്തത് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഏത് ലെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം വേണം. ഇമേജിനെ റിലേറ്റ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഫിഗർ ആൻഡ് ഗിവ് ദ റീസൺ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഇമേജ് ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആണ്. ഇറക്റ്റ് ഇമേജ്, മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഏത് ലെൻസ് ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ഇറക്റ്റ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും അത് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് കോൺകേവ് ലെൻസിന് തരാൻ പറ്റില്ല. പിന്നെ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിലെ ജനറൽ കേസിൽ ഒബ്ജക്റ്റ് ഈ സൈഡ് ആണെങ്കിൽ അതർ സൈഡിൽ വരുന്ന ഇമേജസ് എപ്പോഴും ഇൻവേർട്ടഡ് ഇമേജസ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഈ കോൺവെക്സ് ലെൻസ് തരുന്നത്. പക്ഷേ
നമുക്ക് അഗെയിൻ വേണ്ടത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കണം, മാഗ്നിഫൈഡും ഇമേജ് ആയിരിക്കണം. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ അതർ സൈഡിൽ ഇമേജ് വരുന്ന സിനാരിയോയും അല്ല. കോൺവെക്സ് ലെൻസ് മാഗ്നിഫൈഡ് ഇമേജ് തരുന്ന, ഇറക്റ്റ് ഇമേജ് തരുന്ന ഒരേ ഒരു സിനാരിയോ ഒബ്ജക്റ്റ് ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും നടുവിലായിട്ട് ആണെങ്കിൽ സെയിം സൈഡിൽ തന്നെ നമുക്ക് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടും. സോ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് എഫിനും ഒപ്റ്റിക് സെൻറ്ററിനും നടുവിലായിരിക്കണം. ഇവിടെ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് വരച്ചു, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒയ്ക്കും എഫിനും നടുവിൽ. OB ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഒരു റേ പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ് വന്നു, അതർ സൈഡിൽ എഫ് ഫോക്കസിൽ കൂടെ പോയി. ഒരു അനദർ റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെ വന്നു, ദിശമാറ്റമില്ലാതെ മുന്നോട്ട് പോയി. ഈ രണ്ട് റേസും ഓൾമോസ്റ്റ് പാരലലാണ് എമർജ് ചെയ്ത് പോകുന്നത്. ഈ സൈഡിൽ ഇത് കൂട്ടിമുട്ടുന്നില്ല. ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എമർജ് വരുന്നത് മാതിരിയായിട്ടായിരിക്കും. അതായത് ഇതാണ് ഒരു വെർച്വലായിട്ട് ഈ പോയിന്റിലേക്ക് ഈ രണ്ട് റേയും മുട്ടുന്നത്. ഈ പോയിന്റിലാണ് നമുക്കൊരു ഇമേജ് കിട്ടുന്നത്. ആ ഇമേജ് മാഗ്നിഫൈഡ്, OBയേക്കാളും നല്ല സൈസ് കൂടിയുണ്ട്. മാഗ്നിഫൈഡ് ഇമേജാണ്, ഇറക്റ്റ് ഇമേജാണ്. ഇങ്ങനെയാണ് റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ, അതിൻ്റെ പ്രൈമറി കോയിൽസ് 1000 ടേൺസും സെക്കൻഡറിയിൽ 500 ടേൺസുമാണ് ഉള്ളത്. നമ്പർ ഓഫ് കോയിൽസ്, നമ്പർ ഓഫ് ടേൺസ്. ഇനി പ്രൈമറി വോൾട്ടേജും തന്നിട്ടുണ്ട് 120 വോൾട്ട്. ഫസ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി വോൾട്ടേജ് VS എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആൻഡ് വോൾട്ടേജ് ഇൻ പ്രൈമറി. ഇനി വോൾട്ടേജ് ഇൻ സെക്കൻഡറി എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. VS/VP = NS/NP ആണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലെ ഇക്വേഷൻ. VS/VP. ഇവിടെ VS സെക്കൻഡറി വോൾട്ടേജ് മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. ബാക്കി 3 വാല്യൂസ് നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VS/120 = 500/1000. സോ VS = 60 വോൾട്ട്. സെക്കൻഡറി വോൾട്ടേജ് 60 വോൾട്ട്. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ എത്രയാണ്? നമ്മുടെ ഇൻപുട്ട് കറൻറ്റ് 5 ആംപിയർ ആകുമ്പോൾ ഔട്ട്പുട്ട് പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ് ആണെങ്കിൽ ഇൻപുട്ട് പവർ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഇൻപുട്ട് പവർ എത്രയാണോ അത്ര തന്നെ ഔട്ട്പുട്ട് പവറും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കറൻറ്റ് തന്നിരിക്കുന്നത് കാരണം ഇൻപുട്ട് പവർ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇൻപുട്ട് പവർ = വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്. ഈ പ്രൈമറിയിലുള്ള വോൾട്ടേജ് അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട്, ഇൻറ്റു ഇൻപുട്ട് കറൻറ്റ് 5 ആംപിയർ. അപ്പോൾ ഇൻപുട്ട് പവർ = VP × IP = 120 × 5 = 600 വാട്ട്. ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് എന്നത് കാരണം ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിരിക്കണം. സോ ഔട്ട്പുട്ട് പവർ ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു 600 വാട്ട്. ഈ ക്വസ്റ്റ്യൻ ഒരു ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഓർ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് 110 വോൾട്ട് ആൻഡ് ഇൻപുട്ട് കറൻറ്റ് 2 ആംപിയർ ആണ്. അത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് കറൻറ്റ്. ഔട്ട്പുട്ട് കറൻറ്റ് കണക്കാക്കാം. നമുക്കറിയാം ഔട്ട്പുട്ട് കറൻറ്റ് കണക്കാക്കാൻ നമുക്ക് വോൾട്ടേജ് രണ്ടും തന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ കറൻറ്റും തന്നിട്ടുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമുക്ക് പവറിനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇൻപുട്ട് പവർ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. സോ ഇൻപുട്ട് പവർ വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ് ഓഫ് പ്രൈമറി, ഔട്ട്പുട്ട് പവർ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്. സോ VP/IP = VS/IS. ഇവിടെ IS മാത്രമാണ് അൺനോൺ ആയിട്ടുള്ള, ബാക്കി 3 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ IS = 4 ആംപിയർ. സെക്കൻഡറിയിലുള്ള കറൻറ്റ് 4 ആംപിയർ കിട്ടി.
സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി. അതായത് NP/NS എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. NP/NS = VP/VS ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. NP/NS = VP/VS. നമുക്ക് NP/NS ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. VP/VSൻ്റെ വാല്യൂ, VPയുടെയും VSൻ്റെയും വാല്യൂ നമുക്കറിയാം. VP 220, VS 110. സോ 2/1, that is 2:1 ആണ് ആ റേഷ്യോ. NP/NS, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ആ റേഷ്യോ 2:1 ആണ്. തേർഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് വിത്ത് 110 വോൾട്ട് ആൻഡ് 500 വാട്ട് പവർ. ആ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ പവറിന്, ആക്ച്വൽ പവറിൽ ഈ 500 വാട്ട് ഉള്ള ഈ പവറിലുള്ള അപ്ലയൻസ് വർക്ക് ചെയ്യാൻ പറ്റുമോ ഫുൾ എഫിഷ്യൻസിയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് കാരണവും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കണം, നമ്മുടെ ഈ തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് ഒരു ഐഡിയ വേണം. എന്നാലാണ് നമുക്ക് ഈ 500 വാട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഔട്ട്പുട്ട് പവർ എന്താണെന്ന് നോക്കും. ഔട്ട്പുട്ട് പവർ = സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്. VS 110 ഇൻറ്റു ഔട്ട്പുട്ട് കറൻറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 4 ആംപിയർ. 110 ഇൻറ്റു 4 ആണ് ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് 440 വാട്ട്. ട്രാൻസ്ഫോമറിന് പവർ നമ്മൾ കൊടുത്ത ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് 440 വാട്ട് പവറാണ് ട്രാൻസ്ഫോമറിനുള്ളൂ. അപ്പോൾ ഒരു 500 വാട്ടിലുള്ള അപ്ലയൻസ് ആണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്താൽ അതിന് ഫുള്ളി വർക്ക് ചെയ്യാനുള്ള പവർ അവൈലബിൾ അല്ല. അപ്പോൾ ഫുൾ എഫിഷ്യൻസിയിൽ ആ ഡിവൈസ് ഈ ട്രാൻസ്ഫോമറിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് റീസൺ. പവർ 500 ഇല്ല, 440 മാത്രമേ ഉള്ളൂ നമ്മുടെ ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ട് പവർ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഫുൾ എഫിഷ്യൻസിയിൽ ആ 500 വാട്ട് അപ്ലയൻസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ: ഒരു പ്ലാന്റ് ഗ്രീൻ ലീവ്സുമാണ് റെഡ് ഫ്ലവേഴ്സുമാണ് ഉള്ളത്. അത് വെച്ചിരിക്കുന്നത് റെഡ് ലൈറ്റിലാണ്. അതായത് റെഡ് ലൈറ്റിൽ ഗ്രീൻ ലീവ്സും റെഡ് ഫ്ലവേഴ്സുമാണ് ഒബ്ജക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ഒബ്സർവ്ഡ് കളേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. റെഡ് ലൈറ്റിൽ ആ ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയും കളേഴ്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ലീഫിൻ്റെ കളറ് ഗ്രീൻ ആണ്, ഫ്ലവർ റെഡ് ആണ്, വെച്ചിരിക്കുന്നത് റെഡ് ലൈറ്റുമാണ്. റെഡ് ലൈറ്റിൽ ഗ്രീൻ കളറിലുള്ള ലീഫിന് എന്ത് കളറായിരിക്കും വരുന്നത്? ഒബ്ജക്റ്റ് ഗ്രീൻ ആണ്. ഗ്രീൻ ആകുമ്പോൾ ഗ്രീൻ മാത്രമാണ് അതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്ത ലൈറ്റ് റെഡ് ആണ്, അതിനകത്ത് ഗ്രീൻ പാർട്ട് ഇല്ല. അതുകൊണ്ട് റെഡ് ഈ ഗ്രീൻ ഒബ്ജക്റ്റ് അബ്സോർബാണ് ചെയ്യുന്നത്, ഗ്രീൻ മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ ഇതിനെ ഗ്രീൻ ഈ ലൈറ്റിൽ ഇല്ലാത്തത് കാരണം വന്ന ലൈറ്റ് റെഡ് അബ്സോർബ് ചെയ്ത് ലീഫ് ബ്ലാക്ക് കളറിൽ, ഡാർക്ക് കളറിലാണ് കാണുക. കാരണം അതിന് ഗ്രീൻ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ കൊടുത്ത ലൈറ്റിൽ ഗ്രീൻ ഇല്ല. ഇനി റെഡ് കളറിലുള്ള ഫ്ലവറിന് എന്തിരിക്കും? റെഡ് കളറിലുള്ള ഫ്ലവറിൽ റെഡ് ലൈറ്റ് വരുമ്പോഴേക്കും റെഡ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ കളറ് ലൈറ്റിലുണ്ട്. അപ്പോൾ ഈ വരുന്ന റെഡ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഫ്ലവർ നമുക്ക് റെഡ് കളറിൽ തന്നെ കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരു യെല്ലോ ഫ്ലവറാണ് വെച്ചിരുന്നത്, അതായത് റെഡ് ലൈറ്റിൽ യെല്ലോ ഫ്ലവറാണ് വെച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. യെല്ലോ ഫ്ലവർ എന്ന് പറയുമ്പോൾ യെല്ലോ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കളർ ഫോംഡ് ബൈ ഗ്രീൻ ആൻഡ് റെഡ്. അപ്പോൾ യെല്ലോയിൽ ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. അപ്പോൾ യെല്ലോ ഫ്ലവർ റെഡ് ലൈറ്റിൽ ഇരിക്കുമ്പോൾ യെല്ലോ ഒബ്ജക്റ്റിന് ഗ്രീനും റെഡും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. റെഡ് ലൈറ്റിൽ കൂടെ ഗ്രീൻ ഇല്ല, റെഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് റെഡിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, ഗ്രീനിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ റെഡ് ലൈറ്റിലാണ് ഈ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. യെല്ലോ ഒബ്ജക്റ്റ് റെഡിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴേക്കും ആ യെല്ലോ ഒബ്ജക്റ്റ് റെഡ് കളറിലായിരിക്കും കാണുന്നത്. കാരണം ആ യെല്ലോ ഒബ്ജക്റ്റ് ഗ്രീനിനെയും കൂടെ
റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അതിൻ്റെ ഒറിജിനൽ കളറായ യെല്ലോയിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് റെഡാണ്, അപ്പോൾ റെഡ് മാത്രമാണ് ആ ഒബ്ജക്റ്റിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ യെല്ലോ ഒബ്ജക്റ്റ് റെഡ് കളറിൽ അപ്പിയർ ആകും. ക്വസ്റ്റ്യൻ: നമുക്ക് ഒരു വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ അപ്ലയൻസിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ആദ്യം ഒരു 200 വാട്ട് ടെലിവിഷൻ 5 hours വർക്ക് ചെയ്തു. 5 40 വാട്ട് LEDs 4 hours വർക്ക് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദ 30 days. യൂണിറ്റ് ചാർജ് ₹5 ആണ്. ഇലക്ട്രിസിറ്റി ബില്ല് ഒരു മാസത്തേക്ക് എത്ര വരുന്നതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ എനർജി എത്രയാണ് പെർ ഡേ വരുന്നതെന്ന് ആദ്യം നോക്കണം. ടി വി ഒരു ടി വി ആണ്. ടി വിയുടെ വാട്ടേജ് പവർ 200 ആണ്. അത് 5 hours ആണ് വർക്ക് ചെയ്തത്. അപ്പോൾ ടി വിയുടെ പവർ എത്രയായിരിക്കും? 1 × 200 × 5. ഒരു ടി വി 200 വാട്ടാണ്, 5 hours ആണ്. സോ 1 × 200 × 5 = 1000 വാട്ട് അവർ ആണ്. അതിനെ കിലോ വാട്ട് അവറിലേക്ക് ആക്കണമെങ്കിൽ 1000 വെച്ച് ഡിവിഷൻ. സോ 1 കിലോവാട്ട് അവറായി. ബൾബോ 5 ബൾബ്സ് ഉണ്ട്. അപ്പോൾ 5 × ഒരു ബൾബിൻ്റെ വാട്ടേജ് 40 വാട്ടാണ്. 5 × 40 അത് വർക്ക് ചെയ്തത് 4 hours വെച്ചിട്ടാണ്. അപ്പോൾ 5 × 40 × 4 = 800 വാട്ട് അവർ. അതിനെ 1000 വെച്ച് ഡിവിഷൻ 0.8 കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കാൽക്കുലേഷനിൽ. ഇനി ടോട്ടൽ ഒരു ദിവസത്തേക്ക് എത്രയാണ്? ടി വിയുടെ 1 കിലോ വാട്ടും ബൾബ്സിൻ്റെ 0.8 കിലോ വാട്ടും. സോ ടോട്ടൽ പവർ ഒരു ദിവസം വരുന്നത് 1 + 0.8 = 1.8 കിലോ വാട്ട് അവർ. അതായത് 1.8 യൂണിറ്റ്സ്. 30 ഡേയ്സിലുള്ള ബില്ലാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഒരു ദിവസത്തെ 1.8 കിലോ വാട്ട് അവർ ആണെന്നുണ്ടെങ്കിൽ 30 ഡേയ്സിന് 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 1.8 × 30 = 54 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 54 യൂണിറ്റ്സ്. അപ്പോൾ ഒരു മാസത്തേക്ക് ടോട്ടൽ എനർജി അയക്കണത് 54 യൂണിറ്റ്സ് ആണ്. 5 rupees ആണ് ഒരു യൂണിറ്റിൻ്റെ ചാർജ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? എത്ര യൂണിറ്റ് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്. സോ കോസ്റ്റ് = 54 × 5 = 270. സോ ടോട്ടൽ ബില്ല് വരുന്നത് ₹270. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു നെയിൽ പുള്ളറാണ് നമുക്ക് പിക്ചർ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ നെയിൽ പുള്ളർ അത് ഏത് ടൈപ്പ് ഓഫ് ലിവറാണ്? ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, തേർഡ് ക്ലാസ് ആണോ? അതായത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെയിൽ പുള്ളറിൽ നെയിൽ പുള്ളയുമ്പോൾ എഫേർട്ട് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ലോഡ് എൻഡിൽ. ഇതാണ് ഫാൽക്രം. അതായത് എഫേർട്ടിനും ലോഡിനും നടുവിലാണ് ഫാൽക്രം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ലിവർ. നെയിൽ പുള്ളർ ഒരു ഫസ്റ്റ് ക്ലാസ് ലിവറാണ്. കാരണം ഫാൽക്രം ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ദ ലോഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു 50 ന്യൂട്ടൺ എഫേർട്ട് കൊടുത്തിട്ടാണ്, ഫോഴ്സ് കൊടുത്തിട്ടാണ് നെയിൽ പുൾ ചെയ്തത്. ഈ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ നെയിലിൽ എത്ര ഫോഴ്സാണ് അപ്ലൈ ഉണ്ടായിരുന്നതെന്ന്. അതായത് ഈ നെയിലിൻ്റെ ബലം എത്രയാണെന്ന് വെച്ചാൽ എത്ര ആണ് ലോഡ്. ഈ നെയിലിൻ്റെ ലോഡാണല്ലോ അതിനെ പുൾ ചെയ്യാനുള്ള എഫേർട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് നെയിൽ പുൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലോഡ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ലോഡും ഉണ്ട്, എഫേർട്ട് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ടാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5, എഫേർട്ട് 50. ഇനി ലോഡ് = 5 × 50, 250 ന്യൂട്ടൺ. അതായത് 250 ന്യൂട്ടൺ ആണ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ ലോഡ്. നൗ സെക്ഷൻ ഡി. സെക്ഷൻ ഡിയിലെ ഓരോ ക്വസ്റ്റിനും 4 മാർക്സ് വീതമാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു മാഗ്നറ്റിക് നീഡിൽ ഒരു സോളിനോയിഡിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ സോളിനോയിഡ് ഇത് AB. സോളിനോയിഡിൻ്റെ ഈ ബി എൻഡിൽ ഒരു മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഈ സോളിനോയിഡ് അതിൻ്റെ കണക്ഷനും ഒരു സ്വിച്ചും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഏത് ദ മാഗ്നറ്റിക് നീഡിൽ
ൻ്റെ ഏത് പോളാണ് ഈ സോളിനോയിഡിൻ്റെ ഈ ബി എൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിനോയിഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ രണ്ട് എൻഡിലും മാഗ്നറ്റിക് പോൾസ് ജനറേറ്റഡ് ആകും. അപ്പോൾ ആ സിനാരിയോയിൽ ഏത് മാഗ്നറ്റിക് നീഡിലിൻ്റെ ഏത് എൻഡാണ് ഈ എൻഡ് ബിയിലേക്ക് അട്രാക്റ്റ് ആവുന്നതെന്നാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്തു, കറണ്ട് ഫ്ലോ തുടങ്ങുമ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് എൻഡിൽ നിന്നാണ് കറണ്ട് ഫ്ലോ തുടങ്ങണത്. അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് ഈ പോയിൻ്റ് എയിലാണ് ആദ്യം എത്തുന്നത്. പോയിൻ്റ് എയിലെത്തിക്കഴിഞ്ഞാൽ ആ സോളിനോയിഡിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ സോളിനോയിഡിലൂടെ മൂവ് ചെയ്യുന്നത്. സോളിനോയിഡിൻ്റെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ആ എൻഡായിരിക്കും സൗത്ത് പോൾ. അപ്പോൾ പോയിൻ്റ് എ സൗത്ത് പോളായിരിക്കും, പോയിൻ്റ് ബി നോർത്ത് പോളായിരിക്കും. പോയിൻ്റ് ബി നോർത്ത് പോൾ ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് പോളിനെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് പോളിനെ, മാഗ്നറ്റിക് നീഡിൻ്റെ ഏത് പോളിനെയാണ് ഈ പോയിൻ്റ് ബി അട്രാക്റ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് പോളിനെ. കാരണം കറണ്ട് ഫ്ലോ ഇങ്ങനെയാണ്, പോയിൻ്റ് എയിലാണ് ക്ലോക്ക് വൈസിലുള്ള കറണ്ട് ഫ്ലോ നടക്കുന്നത്, പോയിൻ്റ് എ ആണ് സൗത്ത് പോൾ. സോ പോയിൻ്റ് ബി നോർത്ത് പോളാണ്, നോർത്ത് പോൾ സൗത്ത് പോളിനെയാണ് അട്രാക്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ റീസൺ ആണ് നെക്സ്റ്റ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് ദർ. ബിക്കോസ് ഈ കറണ്ട് ഫ്ലോ ഇങ്ങനെ ആയത് കാരണം ക്ലോക്ക് വൈസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ്, സജസ്റ്റ് 2 ways to increase the magnetic strength of the solenoid carrying the electric current. ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനുള്ള 3 വഴിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, കറൻറ്റിൻ്റെ അളവ് കൂട്ടുക. കൂടുതൽ കറൻറ്റ് ഫ്ലോ ചെയ്താൽ കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്, ഈ സോളിനോയിഡിലെ യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. അപ്പോഴും ഈ സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. അടുത്തത്, സോളിനോയിഡിന് ഒരു സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുക. ഈ സോളിനോയിഡിന് ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ സിനാരിയോയിൽ നമുക്ക് ഈ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് ദി സോളിനോയിഡ് കൂടാൻ പറ്റും. ഈ 18th ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്. ഓർപ്പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സോളിനോയിഡ് എ ബി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടില്ല ആസ് ഓഫ് നൗ. ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൽ പോസിറ്റീവ് ടെർമിനലിൽ കൂടെ കറണ്ട് വന്ന് ഇങ്ങനെയാണ് ഈ ലൂപ്പിലുള്ള കറണ്ട് ഫ്ലോ. ഇതാണ് 2 അറേഞ്ച്മെൻറ്റ്സ് വെച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ സോളിനോയിഡിലുള്ള കറണ്ട് സാധ്യമാക്കാൻ നമുക്ക് ഒരു സെല്ല് കണക്ട് ചെയ്യണം. ആ സെല്ല് കണക്ട് ചെയ്യുന്നതിന് പിയുടെ കണക്ട് ചെയ്യേണ്ട സെല്ല് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം? ഈ സോളിനോയിഡ് ഈ കറണ്ട് ക്യാരിങ് ലൂപ്പിനെ റിപ്പൽ ചെയ്തിട്ട് മാറ്റിവിടണം. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയിൻ്റ് പിയിൽ സെല്ലിൻ്റെ ഏത് ടെർമിനലാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് കൺഫ്യൂഷനൊന്നും വേണ്ട. എക്സിസ്റ്റിംഗ് സിനാരിയോയിൽ ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ സെല്ല് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ കറണ്ട് ഇങ്ങനെ വന്ന് ലൂപ്പിലുള്ള കറണ്ട് നോക്കുമ്പോൾ നമുക്കത് ക്ലോക്ക് വൈസിലാണ് ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ വരുന്നത്. കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ ഒരു ക്ലോക്ക് വൈസിലെ കറണ്ടിന് നമുക്ക് ആ എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗത്ത് പോളായിരിക്കും. സൗത്ത് പോൾ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി എസ്സിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കറണ്ട് ഫ്ലോ ക്ലോക്ക് വൈസിലേക്ക്, അപ്പോൾ ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഈ എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോള് സൗത്ത് പോളായിരിക്കും. ഇനി ഇത് റിപ്പൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ ബി പാർട്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗത്ത് പോളായിരിക്കണം. എന്നാൽ മാത്രമേ സോളിനോയിഡും ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പും റിപ്പൽ ചെയ്യുള്ളൂ. ഈ ബി സൗത്ത് പോളിൽ കിട്ടാൻ വേണ്ടി കറണ്ട് ഫ്ലോ വരേണ്ടത് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ക്ലോക്ക് വൈസിൽ, ഈ സോളിനോയിഡിൽ ക്ലോക്ക് വൈസ് കറണ്ട് എൻട്രി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എൻഡ് സൗത്ത് പോളായി വരുള്ളൂ. ഈ ഭാഗത്ത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് പിയിലും പോസിറ്റീവ്
ടെർമിനൽ ക്യൂവിലും കണക്ട് ചെയ്യണം. പോസിറ്റീവിൽ നിന്നാണല്ലോ കറണ്ട് ഫ്ലോ വരുന്നത്. നമുക്ക് ഇവിടെയാണ് സൗത്ത് പോൾ വേണ്ടത്. അപ്പോൾ പോയിന്റ് പിയിൽ കണക്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് ടെർമിനലായിരിക്കണം. നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് കറണ്ട് ഇങ്ങനെ വന്നു. ഇതിൽ ക്ലോക്ക് വൈസിലാവുമ്പോൾ ഈ എൻഡ് സൗത്ത് പോളായി. ഈ സൗത്ത് പോളും ഈ കോയിലിൻ്റെ ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ സൗത്ത് പോളും റിപ്പൽ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സോളിനോയിഡ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിംഗിൾ ലൂപ്പിന് എന്താണ് സംഭവിക്കുക? ഇവിടെ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഫ്ലക്സ് സോളിനോയിഡിൻ്റെ കൂട്ടുമ്പോൾ കൂടുതൽ റിപ്പൽഷൻ നടന്നിട്ട് ആ ലൂപ്പ് അകലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ സോളിനോയിഡിലെ കറൻറ്റും ഫ്ലക്സ് കൂട്ടിയത് കൊണ്ട് സിംഗിൾ ലൂപ്പിലെ ഫ്ലക്സിന് ഒന്നും സംഭവിക്കില്ല. ഇനി അത് രണ്ടും അടുത്താകുന്ന സിറ്റുവേഷനിൽ ആയിരുന്നുവെങ്കിൽ സോളിനോയിഡിലുള്ള ഫ്ലക്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലൂപ്പിലുള്ള ഫ്ലക്സും കൂടും. അങ്ങനെ സിംഗിൾ ലൂപ്പ് ഒരു ഓപ്പോസിറ്റ് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും ഈ ഒരു ചേഞ്ചിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ റിപ്പൽ ചെയ്ത് പോയാൽ സോളിനോയിഡിലുള്ള ഇൻക്രീസ് ഫ്ലക്സ് ഈ സിംഗിൾ ലൂപ്പിലെ ഫ്ലക്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻ്റെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലാണ് പോയിന്റ് പിയിൽ കണക്ട് ചെയ്തിരുന്നത് എങ്കിൽ സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഏതെൻഡിലായിരിക്കും നോർത്ത് പോൾ ഫോം ചെയ്യുന്നത് എന്ന് ഇവിടെ നോക്കൂ. പോസിറ്റീവ് ടെർമിനലാണ് പിയിൽ കണക്ട് ചെയ്തിരുന്നത് എങ്കിൽ, പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നത് ഇങ്ങനെയാണ്. എൻഡ് എയിലാണ് ക്ലോക്ക് വൈസിലുള്ള കറണ്ട് എൻട്രി വരുന്നത്. എൻഡ് എ ആയിരിക്കും സൗത്ത് പോള്. അപ്പോൾ എൻഡ് ബി ആണ് നോർത്ത് പോൾ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ടെർമിനൽ പിയിൽ കണക്ട് ചെയ്താൽ എൻഡ് ബി ആയിരിക്കും നോർത്ത് പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ഡി. ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഡിഫറൻസസ് ഉണ്ട്. ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും സ്ട്രെങ്ത് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പെർമനൻ്റ് ആണ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊളാരിറ്റിയും നമുക്ക് മാറ്റാൻ പറ്റും. സോളിനോയിഡിലൂടെ കടന്നു പോകുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ പൊളാരിറ്റിയും ചേഞ്ച് ആകും. പക്ഷേ പെർമനൻറ്റ് മാഗ്നറ്റിൽ, ബാർ മാഗ്നറ്റിൽ നമുക്കങ്ങനെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് ഫിക്സ്ഡ് ആണ്. ഇനി സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സ്വിച്ച് ഉപയോഗിച്ച് ഓണും ഓഫും ചെയ്ത് ആ സോളിനോയിഡിനെ മാഗ്നറ്റിസം നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം നമുക്കിങ്ങനെ സ്വിച്ച് ഉപയോഗിച്ചൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.